നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ആ പ്രാർത്ഥനകൾ വിഫലമാകുന്നു. ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടി. നമുക്കറിയുന്ന പോലെ ചിക്മംഗ്ലൂരുവിൽ വ്യൂ പോയിന്റ് കാണാൻ കുടുംബത്തോടൊപ്പം പോയി കാണാതായ പാലക്കാട് സ്വദേശിനി ശ്രീനന്ദ 15 വയസ്സുകാരി കഴിഞ്ഞ 4 ദിവസമായി ആ സംസ്ഥാനമാകെ കേരളമാകെ പ്രാർത്ഥിച്ചിരിക്കുന്നു. സംസ്ഥാനമാകെ തിരയുന്നു. ഈ തിരച്ചിലിനൊടുവിൽ ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയെന്ന ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് വരുന്നത്. പാലക്കാട് സ്വദേശിനിയാണ്, 15 വയസ്സുകാരിയാണ്. 25 അംഗ കുടുംബസംഗമത്തോടൊപ്പം അച്ഛനും അമ്മയും അടങ്ങുന്ന ബന്ധുക്കളോടൊപ്പം ഈ ചിക്മംഗ്ലൂരിലെ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റ് കാണാൻ പോയതാണ്. വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതിനിടെയാണ് ശ്രീനന്ദയെ ഒരു 15 മിനിറ്റ് വ്യത്യാസത്തിൽ കാണാതാകുന്നത്. തുടക്കത്തിൽ കുടുംബം ഒന്നാകെ എടുത്ത ഫോട്ടോയിൽ ശ്രീനന്ദ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 15 മിനിറ്റിന് ശേഷം എടുത്ത ഫോട്ടോയിൽ ശ്രീനന്ദയെ കാണാതായതോടെയാണ് കുടുംബം ഇത്തരത്തിൽ ശ്രീനന്ദയെ കാണാനില്ല എന്ന വാർത്ത അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് തുടങ്ങിയ 4 ദിവസത്തെ തിരച്ചിൽ, ആ തിരച്ചിൽ അവസാനിക്കുമ്പോൾ ഒട്ടും ആശ്വാസകരമല്ലാത്ത, ഒട്ടും നമ്മൾ ആഗ്രഹിക്കാത്ത വാർത്ത വരുന്നു എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ശ്രീനന്ദയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. 100 അംഗ ദൗത്യസംഘമാണ് കഴിഞ്ഞ 4 ദിവസമായി ശ്രീനന്ദയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത്. വലിയ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ശ്രീനന്ദ എന്ന് പറയുന്ന ആ ഒരു മകളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോഴും വരുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് മലയാളികളായാലും നമ്മൾ ആരായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ദുരന്തത്തിൽ പെടുന്നത്. നമുക്കൊരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുട്ടികളെ പോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ സെൽഫിയുടെ പുറകെ നടക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാളിൽ പോയിരുന്നു. ആ മാളിൽ പോയപ്പോഴേ അമ്മയും ബന്ധുക്കളും എല്ലാവരും മുന്നിൽ ഇറങ്ങി. ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. കുറേ കഴിഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കുന്നു. അവിടെ അപ്പോഴേ ആ കുട്ടി ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറാൻ, അവിടെ നിന്നെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. അതുപോലെ ശ്രദ്ധയില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ 4 ദിവസമായി നടന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഏതോ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഏതോ ഒരു TV മാധ്യമത്തിൽ 4 ദിവസം മുമ്പ് ഈ ഒരു വാർത്ത കേട്ടിരുന്നു. പിന്നീട് എവിടെയും ഈ ഒരു വാർത്ത കേട്ടിട്ടില്ല. ഈ 4 ദിവസം ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ റിപ്പോർട്ടർമാരൊക്കെ എവിടെയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത്? റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇവരെല്ലാവരും ഇലക്ഷൻ്റെ പുറകെ ആയിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെയൊന്നും വേണ്ടല്ലോ, അടുത്ത തിന്നാൻ കിട്ടുമ്പോഴും മാത്രമേ അവിടെ എല്ലാവരും എത്തുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ വേറെ മറ്റൊരു കാര്യം, ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്ന് ഉള്ളൊരു സംശയമുണ്ട്. അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, തട്ടിക്കൊണ്ടുപോയി അവരാണ് ഇവരാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ആ കൊക്കയിൽ എവിടെയെങ്കിലും അന്ന് തന്നെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കണ്ടെത്താമായിരുന്നു. ഇതിപ്പോഴും 4 ദിവസം കഴിഞ്ഞിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്കടക്കമുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ വീണിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഒരു കടമയില്ലേ? അല്ലാതെ അവിടെ കിടക്കുന്ന ഭിക്ഷക്കാരനാണ്, ഓട്ടോക്കാരനാണ്, മറ്റേവരാണ് എന്നൊക്കെ പറഞ്ഞ് ആരാണ് ഈ അന്വേഷണം തെറ്റിദ്ധരിപ്പിച്ച് വിടുന്നത്? അവരെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇന്ന് രാവിലെ മുതൽ പറയുന്ന അതാണ്, ആരോ തട്ടിക്കൊണ്ടുപോയതാണ്, ഇല്ലെങ്കിൽ ആരോ കൊണ്ടുപോയതാണ്, പിടിച്ചു കൊണ്ടുപോയതാണ്. ആ ഒരു നിർണായകമായ സമയമാണ് അവിടെ വേസ്റ്റാക്കിയത്. അതായത് ഒരാൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നിമിഷം ഒന്നും മരിക്കത്തില്ല. നമുക്കറിയാലോ, ചിലപ്പോഴും ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഇത് കുഞ്ഞ് മകളെ എങ്ങനെയായിരിക്കും ചിലപ്പോഴും മരിച്ചത്, എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോലും നമുക്കറിയില്ല. 4 ദിവസമാണ് അത് അവിടെ ആ കൊക്കയിൽ കിടന്നത്. നിങ്ങൾ എന്താണ് കരുതുന്നത്? അതായത് അവിടെയൊക്കെ തിരയാനുള്ള ആളും പവറും എല്ലാം നമുക്കില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, അതുപോലെ മറ്റു പലരുമുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊന്നും ആരെയും അറിയിക്കാതിരുന്നത്? അല്ല, അറിയിച്ചിട്ട് നിങ്ങൾ എന്താ വഴിതിരിച്ചു വിട്ടതാണോ? ഇന്ന് രാവിലെ മുതലാണ് ഈ വാർത്ത ഭയങ്കരമായിട്ട് ഇങ്ങ് കത്തി പടർന്നത്. ഉള്ള കാര്യം പറയാം, അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഗോൾഡൻ അവർ കഴിഞ്ഞിരുന്നു. 4 ദിവസം കഴിഞ്ഞു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും സംഭവിച്ചു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീ ഇതേപോലെ 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? ഇല്ലെങ്കിൽ ഇന്നത്തെ കാലം അതാണ്, ഇന്നത്തെ പ്രായം അതാണ്, എന്താണ് സംഭവിച്ചതല്ല. 40 അംഗ സംഘമാണ് പോയത് എന്ന് പറയുന്നുണ്ട്. ഈ 40 അംഗ സംഘത്തിൽ നിന്ന് ഒരു കുട്ടിയെ മിസ്സാക്കുമ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുകയായിരുന്നു? അച്ഛനും അമ്മമാരും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, അതേ പറയാനുള്ളൂ. ഇവിടെ എത്രമാത്രം സംഭവങ്ങളാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും വെള്ളത്തിൽ വീണിട്ടായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ഇങ്ങനെയും പാറയിൽ നിന്നും വഴിക്ക് വീണിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ് കൂടുതൽ പെട്ടുപോകുന്നത്. എന്തുകൊണ്ടാണ്? മലയാളികൾക്ക് തീരെ ശ്രദ്ധയില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പെണ്ണൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുൻഗണന കൊടുക്കും. അവരെയൊക്കെ ശ്രദ്ധിക്കാനും മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അച്ഛനമ്മോ ആരോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ ആരെങ്കിലും നോക്കൂലേ? ഇതെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് മിസ്സായി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആരോ തട്ടിക്കൊണ്ടുപോയതാന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോഴേ
കുറച്ച് നേരത്തെ ഞാനൊരു വാർത്ത കണ്ടത് എന്താണെന്നറിയാം, ആ വടവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അത് കെട്ടി തെരയാനൊന്നും തുടങ്ങിയില്ല. 4 ദിവസം മുമ്പ് ആ ഒരു സംഭവം തെരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ജീവനോടെ കിട്ടുമായിരുന്നില്ലേ? ചിലപ്പോഴും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവില്ലേ? 4 ദിവസം കഴിഞ്ഞിട്ട് ഇവർ എന്ത് മാങ്ങാത്തൂല്ലേ ഇവർ ചെയ്തതെന്ന് ആർക്കറിയാം? ഇതെന്തുകൊണ്ട് വാർത്തയായില്ല? അതായത് 4 ദിവസങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവം ഇന്നാണ് കത്തിപ്പടർന്നത്. എന്തുകൊണ്ട് ഇത് വാർത്തയായില്ല? നാണക്കേട് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ ആരും അറിയണ്ടെന്ന് കരുതിയിട്ടാണോ? ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടികൾക്ക് ക്ഷീണമെന്ന് കരുതിയിട്ടാണോ? എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനിയും തന്നെ ഞാൻ മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങൾ ടൂറ് മീറ് നിലമാറ്റ് പോയിക്കോ, പക്ഷേങ്കിൽ കൂടെയുള്ള കുട്ടികളാരും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മുൻഗണന കൊടുക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അഴിച്ചു വിടാതെ. പല സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മോശം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞ് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാസ്ഥ കൊണ്ട് മാത്രം. 4 ദിവസമായിട്ട് നമ്മൾ എവിടെയായിരുന്നു? 4 ദിവസമായിട്ട് ആ മൃതദേഹം അല്ലെങ്കിൽ ആ ഒരു പരിക്ക് പറ്റിയിട്ട് ആ കുട്ടി ജീവനോട് മല്ലടിക്കുമായിരുന്നില്ലേ അത്? എന്നിട്ട് പോലും ഇവിടെ ഗുണ കേബിൽ വരെ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്ത ആൾക്കാരുണ്ട്. അത്രത്തോളം ധൈര്യവാനായ ആൾക്കാർ നമ്മളെ നാട്ടിൽ, നമ്മളെ എന്താ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആരെ വേണമെങ്കിലും വിളിച്ചാൽ വരും. എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ധൈര്യശാലികളായ ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വടവും കൊണ്ട്? ഇല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, നാട്ടിൽ നിന്ന് വടം എടുത്തിട്ട് ആൾക്കാർ ഓടിയെത്തത്തില്ലേ നാട്ടിൽ നിന്ന് ആൾക്കാർ? അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിലും നമ്മൾ തമാശ കാണരുത്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് ആ ഒരു സിനിമ കാണിച്ചു തന്നത് തന്നെ അതാണ്. ആ പോലീസുകാരൻ അടിച്ചോടിക്കുമ്പോൾ അവർ അന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ അന്ന് അവരെ ജീവനോടെ കിട്ടത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ മകള് എന്തെങ്കിലും സംഭവിച്ചിരിക്കുക, അത് കൃത്യമായിട്ടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 10 പേര് വരാനുണ്ടാവും ഇവിടുന്ന്. വടമല്ല, വടത്തിൻ്റെ വടമായിട്ട് വരും ആൾക്കാർ. പക്ഷെ അവിടെ അപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതായത് അവരായിരിക്കാം, ഇവരായിരിക്കാം, അവരെ ചോദ്യം ചെയ്യുന്നില്ല, ഇവരെ ചോദ്യം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് തെറ്റിദ്ധരിച്ചു. പാവപ്പെട്ട മനുഷ്യന്മാർ അവിടെ കിടന്നുറങ്ങുന്ന അവരെ നമ്മൾ അന്വേഷിക്കാൻ പോയപ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുമായിരിക്കും കുഞ്ഞിവിടെ. ഇപ്പോൾ ഒരു 10-13 മിനിറ്റ് ആയിട്ടുള്ളൂ ഈ വാർത്ത 24-ൽ വന്നിട്ട്. അതായത് ഇപ്പോഴാണ് കണ്ടെത്തിയതെന്ന്. എത്ര ദിവസം, 3-4 ദിവസം. ആലോചിച്ച് നോക്ക് നിങ്ങൾ ആ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾക്കിനി ഏതോനെ സംശയം ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് മുമ്പ് ആ മലമുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അപ്രത്യക്ഷമായിട്ടാണെങ്കിൽ ഒന്ന് വീണതായിരിക്കാം. അതേതായാലും അതല്ലേ നോക്കേണ്ടത്. ഇതിന് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ഈ 40 എണ്ണത്തിനും ചോദ്യം ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ പോയ എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. ഒരാളെയും ചോദ്യം ചെയ്യാതിരിക്കരുത്. കാരണം ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അവരെല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ അവിടെ ഇറങ്ങാതിരുന്നതാണോ, എന്താണ് സംഭവിച്ചത്? ഇനി ഒന്നും വേണ്ട, 10 കിണറിൻ്റെ കയറയിച്ചിട്ട് ഇറങ്ങൂലേ ഇവിടുന്ന്? 10 കിണറിൻ്റെ കയറയിച്ചിട്ട് ഇറങ്ങടാവില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ലേ? അതുപോലും ചെയ്യാനുള്ള ആൾക്കാർ, നട്ടിലുള്ള ആൾക്കാരുടെ ഇവിടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് ഇത്രയും ദിവസം വൈകിപ്പിച്ചു? അത് തന്നെ വലിയൊരു ചോദ്യം തന്നെയാട്ടാ. അതായത് രാവിലെ മുതലേ നമ്മൾ കേൾക്കുന്ന എന്താ, തട്ടിക്കൊണ്ടുപോയതാണ്, അല്ലെങ്കിൽ ആരെയും കൂടെ ഇറങ്ങിപ്പോയതാണ്, ഇത് ഇപ്പോഴത്തെ പ്രായമാണ്, ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാണ്, അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. എൻ്റെ പൊന്നു രക്ഷിതാക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വാർത്തയെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കണം. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കണ്ണി ഒഴിച്ച പോലെ നമ്മൾ സെൽഫിയും ഗിൽഫിയും ഒന്നല്ല വലുത്. ജീവൻ തന്നെയാണ്. എവിടെയെങ്കിലും പോവുക, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാതിരിക്കുക. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൂട്ടി പോകാതിരിക്കുക. അവരൊക്കെ വലുതായിട്ട് എവിടെയെങ്കിലും പോയിക്കോട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു അപകടം എന്ന് പറയുന്നത് വരുന്നതാണ്. പക്ഷേ അപകടം നടന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് എവിടെ വീണതാണോ, അല്ലെങ്കിൽ ഇതാണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. നമ്മളുടേതായ വഴിയിലും കൂടി ആൾക്കാരെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മളുടേതായ രീതിയിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ ഇത് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ അവസ്ഥ കാണുന്നില്ലേ? വളരെയധികം ദുഃഖമുണ്ടോ, വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. വളരെയധികം ദുഃഖമുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. മനസ്സിലായ? 4 ദിവസമായിട്ട് ആ ഒരു പരിസരത്ത് ആരും ഇറങ്ങിയിട്ടില്ല, പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ ഇതിലും വലിയ കൊക്കയിലൊക്കെ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞ ആൾക്കാരെയൊക്കെ പുറത്തെടുത്ത ആൾക്കാരുള്ള നാടാണ് നമ്മളത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതിപ്പം വിട്ടിനൊന്നുമില്ല. നന്ദി, നമസ്കാരം.